ഹലോ നമസ്കാരം. ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫ്രൂട്ട് കസ്റ്റേർഡാണ്. ഇത് വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡറാണ്. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന കസ്റ്റേർഡ് പൗഡർ ഇതാണ്. ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത്. വാനില ഫ്ലേവറിൻ്റെ കസ്റ്റേർഡ് പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പല ഫ്ലേവറിലും കിട്ടും, പക്ഷേ വാനിലയാണ് ബെസ്റ്റ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട്, ഒരു സിട്രസ് ഫ്രൂട്ട് എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ലാസ്റ്റിൽ ഞാൻ കട്ട് ചെയ്യുന്നുള്ളൂ, ഇല്ലെങ്കിൽ ആപ്പിളിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്യും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ച് ചെറി ഇതുപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് ബദാമാണ്, അതും കൂടെ ഇങ്ങനെ ചോപ്പ് ചെയ്തെടുത്തിരിക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സോ ഒക്കെ ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡറിലേക്ക് ആ പാലിൽ നിന്ന് 1/2 ലിറ്റർ പാലിൽ നിന്ന് 3 ടേബിൾ സ്പൂൺ പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സ് ചെയ്യുന്ന ഉടനെ ആദ്യം നമുക്കൊരു ഇച്ചിരി കട്ടിയായിട്ട് തോന്നും, പക്ഷേ ഇതിൽ കട്ടകളൊന്നുമില്ലാതെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാലൊന്ന് കാച്ചാൻ വെക്കാം. പാലിവിടെ ബോയിലായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിത് 3 പേർക്ക് കഴിക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 5 ടേബിൾ സ്പൂൺ ഒരു കറക്റ്റ് മധുരം തന്നെയാണ്. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, ആ പഞ്ചസാര അലിയുന്നിടം വരെ. പിന്നെ നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കസ്റ്റേർഡിൻ്റെ മിക്സ് നല്ലതുപോലെ ഒന്നുകൂടെ ഒന്ന് കലക്കിയിട്ട് ഇതിലേക്ക് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിത് ഒഴിച്ചു കൊടുക്കുമ്പോൾ കണ്ടിന്യൂസ്ലി ഇത് കലക്കിക്കൊണ്ടേ ഇരിക്കുക പാല്, ഇല്ലെങ്കിൽ ഇതിൽ കട്ട പിടിക്കും. അതുകൊണ്ട് കുറച്ച് ഒഴിച്ചിട്ട് കണ്ടിന്യൂസ്ലി ആ പാലും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇതൊന്ന് തിക്കാകുന്നിടം വരെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം ഞാൻ ഇത് ഏകദേശം ഒന്ന് തിക്കായി വരുന്നുണ്ട്. ഒരുപാട് ജെല്ലി ടൈപ്പ് ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ച് തിക്കാകുമ്പോൾ തന്നെ ഇത് ഓഫ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ 1/2 ടീസ്പൂൺ വാനില എസൻസിലൂടെ ചേർക്കുന്നുണ്ട്. ഓൾറെഡി ഇതിനകത്തിൽ വാനിലയുടെ ഫ്ലേവർ ഉണ്ട്, എങ്കിലും ഇതിൽ കൂടുതലായിട്ട് പാലിൻ്റെ ഒരു ഫ്ലേവർ നിൽക്കും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചേർക്കുന്നത്. ഇപ്പോൾ ഇത് ഓൾമോസ്റ്റ് തിക്കായിട്ടുണ്ട്. അപ്പം കുറച്ചും കൂടെ തിക്കായിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു, കാരണം ഇതൊരു മതി. ഇത് തണുത്ത് കഴിയുമ്പോൾ വീണ്ടും കട്ടിയാവും. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് തണുത്തതിന് ശേഷം ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് തണുത്തതിന് ശേഷം ഞാനിതിലേക്ക് ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്യുള്ളൂ. ഇപ്പോൾ ഇത് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്ന സിട്രസ് ഫ്രൂട്ട് ചേർക്കുവാണ്. ഇതിൽ പുളിയൊന്നും ഇല്ലാത്ത സിട്രസാണ്. പിന്നെ ആപ്പിൾ ചേർക്കുവാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ചെറിയും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ഇനി ബദാം ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം നല്ലതുപോലെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഫ്രൂട്ട്സ് എല്ലാം ഇതിൽ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കണം. ഫ്രീസറിലല്ല, താഴെ വെച്ചാൽ മതി. ഇപ്പോൾ 2 മണിക്കൂറിന് ശേഷം ഇത് ഞാൻ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഒരു തിക്കായിട്ട് വന്നിട്ടുണ്ട്, ജെല്ലി ടൈപ്പ്. കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ആയിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഇനി നമുക്ക് ഇത് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കണം. ഇത് കണ്ടില്ലേ, ഇത് ഞാൻ ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഇപ്പം ബേക്കറിയിലും ഷോപ്പിലൊന്നും പോകാൻ പറ്റാത്തപ്പോൾ നമ്മളിങ്ങനെ വീട്ടിൽ തന്നെ ചെയ്ത് കൊടുത്താൽ അവർക്ക് നല്ല സന്തോഷമായിരിക്കും. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി നല്ലൊരു വീഡിയോയുമായി ഉടനെ വരുന്നതായിരിക്കും. ബൈ.